good evening. Welcome to the debate. Reporter Special Investigation Team Big Impact. എയ്ഡഡ് കൊള്ളയിൽ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. തൃശൂരിൽ വിദ്യാഭ്യാസ കൊള്ള നടത്തിയ സ്കൂൾ മാനേജർ VC പ്രവീൺ ഒടുവിൽ പോലീസ് പിടിയിൽ. റിപ്പോർട്ടേഴ്സ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിരന്തരം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 12ഓളം തുടർച്ചയായിട്ടുള്ള വാർത്തകൾക്കൊടുവിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കെ സ്കൂളുകൾ വാങ്ങാൻ സഹായിച്ച ഉദ്യോഗസ്ഥരടക്കം നിരവധി പേരുണ്ട് പ്രവീണിനെ സഹായിച്ചവർ. അവരിൽ ഇപ്പോഴും സർവീസിൽ യഥേഷ്ടം തുടരുന്നുണ്ട് പലരും. കൂടുതൽ എയ്ഡഡ് കൊള്ള വരും ദിവസങ്ങളിൽ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരും. എയ്ഡഡ് കൊള്ളയ്ക്ക് പൂട്ട്. റിപ്പോർട്ടർ തുടർച്ചയായി ഏറ്റെടുത്ത വിഷയമായിരുന്നു VC പ്രവീണിനെതിരെ ഈ ഇരകളാക്കപ്പെട്ട അധ്യാപകർ ഉന്നയിച്ച വിഷയം. ഒന്നല്ല രണ്ടല്ല, 1 ഡസൻ വാർത്തകൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. അപ്പോഴൊക്കെ സാവധാനം അനങ്ങിത്തുടങ്ങി സർക്കാർ മെഷീനറി. ആദ്യം നമുക്ക് ശിവൻകുട്ടി ഉറപ്പു തന്നു സർക്കാർ ഇടപെടുമെന്ന്. അതിൽ ചെറിയ ചെറിയ അനക്കങ്ങൾ. ഒടുവിലിപ്പോൾ പൂട്ടുവീഴുന്നു. തൃശ്ശൂരിലെ എയ്ഡഡ് സ്കൂൾ നിയമനക്കൊള്ളയിൽ അറസ്റ്റിലായ സ്കൂൾ മാനേജർ VC പ്രവീണിനെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കയ്പമംഗലം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 4 പരാതികളിലാണ് കയ്പമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രവീണിനെതിരെ നിരവധി പരാതികളാണുള്ളത്. പണം പോയ ടീച്ചർമാരുടെയും സ്കൂളിന് സമീപത്തുള്ള നാട്ടുകാരുടെയും പ്രതികരണങ്ങൾ കണ്ട് നമുക്ക് തുടങ്ങാം. ഒക്ടോബർ 13 ജോലിക്ക് കയറിയിരുന്നു. അതിന് മുമ്പായിട്ടും പൈസ കൊടുത്തിട്ടുണ്ട്. 2-3 തവണയായിട്ടാണ് പൈസ കൊടുത്തത്. അപ്പോൾ അത് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ AEOയിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ ജനുവരി 31 ഇറങ്ങി 2024. പിന്നീട് പൈസ ചോദിച്ചു തന്നപ്പോൾ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്ന ഒരു 10ഓളം പേര് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് വന്നതാണ്. പിന്നെ വേറെ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ദർശന എന്ന് പറഞ്ഞൊരു ടീച്ചർ കൂടി പറഞ്ഞിട്ടാണ്, കൊല്ലത്തുള്ള ടീച്ചർ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറും കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. LP ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന്, സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ്. 30 ലക്ഷം രൂപയാണ് ചോദിച്ചത്. 10 ലക്ഷം രൂപ ആദ്യം കൊടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് ബാക്കി 20 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. സാലറി തന്നില്ല. ഞാൻ 3 മാസം വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലായിരുന്നല്ലോ. ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത ശേഷം മാത്രമേ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 7ഓളം പേര് അധ്യാപകർ എക്സസൈസ് നിൽക്കുകയാണ് വേക്കൻസി ഇല്ലാതെ. അവർ ഇപ്പോഴും തുടരുന്നവരുണ്ട്. ഭാര്യയും കൂടി ഇൻവോൾവ് ആണ്. അവർ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത്. മാനേജർ വാങ്ങി ആ സ്പോട്ടിൽ തന്നെ വൈഫിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ഞങ്ങൾ സ്കൂളിൽ വെച്ചാണ് ക്യാഷ് കൊടുത്തത്. 10 ലക്ഷം രൂപ തുടങ്ങി 35 ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പകുതി അറിയാം. ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഞങ്ങളെ പേരിലും കേസ് കൊടുക്കും. ഇയാൾ ഒരുപാട് പൊസിഷൻ കൂടുതലല്ല, ഇയാൾക്ക് രാഷ്ട്രീയ പവർ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നും പറയുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ 4 സെൻറ്റിൽ താമസിക്കുന്നത്. ഞങ്ങളെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു മീൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ വിരമിച്ചിട്ട് ആ ടീച്ചറെ ക്ലാസ്സിൽ നിന്ന് ഈ കൂടുതൽ കുട്ടികളെ കണ്ടപ്പോൾ AO ഉണ്ടല്ലോ, AO വരുമ്പോൾ ആ ടീച്ചറെ പിടിച്ചിട്ട് ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറെ ഈ PF ഫണ്ട് ഗവൺമെൻറ് കട്ട് ചെയ്തു. ഈ AO കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ ടീച്ചറെ PF ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 27 ലക്ഷം വരും. ആ ടീച്ചർ ഞങ്ങളെ മുന്നിൽ വന്നിട്ട്, ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങളെ മുന്നിൽ വന്നിട്ട് ആ ടീച്ചർ ഒരുപാട് കരഞ്ഞു. 26 ക്ലാസ്സുള്ളൂ, 26 സീറ്റും അഡ്മിഷൻസും 27 ആളുള്ളൂ. അവിടെ 45 ടീച്ചർമാരുണ്ട്. ഈ 45 ടീച്ചർമാർ 26 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ടീച്ചർമാരും ഇയാൾ പൈസ മേടിച്ചിട്ടുണ്ട്. 5 കൊല്ലമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല. നമുക്കൊപ്പം SITയുടെ തലവൻ TV പ്രസാദ്, ജെയ്സൺ ചമവളപ്പിൽ തൃശ്ശൂരിൽ നിന്നും, ഒപ്പം തട്ടിപ്പിനിരയായ അധ്യാപകരെ പ്രതിനിധീകരിച്ച് വൈശാഖനും ചേരുന്നു. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, നമ്മൾ 12ഓളം വാർത്തകളാണ് ഈ VC പ്രവീണിനെതിരെ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ചെവി തരാതിരുന്ന സർക്കാർ പിന്നീട് ഈ വാർത്തയിലേക്ക് നോക്കുന്നത് നമ്മൾ കണ്ടു, ചെറുവിരൽ അനക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അറസ്റ്റിന് ഇത്രയും വൈകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നാട്ടുകാരിൽ ഒരാൾ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ സ്വാധീനവും ഈ VC പ്രവീണിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായ പ്രമാണിയുടെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ തട്ടിപ്പുകൾ നടത്തിയിരുന്നത് എന്നതാണ് വാസ്തവം. ഒടുവിൽ അയാളെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്ന് അവർ പറയുന്നു. പക്ഷേ അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. TV പ്രസാദ്, എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ അറസ്റ്റോടുകൂടി VC പ്രവീണിന്റെ കളി അവസാനിക്കുമോ?
അരുൺ, ഒരു VC പ്രവീണിനെ ലക്ഷ്യം വെച്ച് നമ്മൾ തുടങ്ങിയ പരമ്പരയല്ല എയ്ഡഡ് കൊള്ള എന്നുള്ളത്. എനിക്കും അരുണിനും ഉൾപ്പെടുന്ന സമൂഹത്തിനെല്ലാം അറിയുന്ന ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം നടക്കുന്നത്. സാധാരണഗതിയിൽ അത്തരം സംഭവങ്ങൾ പുറത്തു വരാറില്ല. കാരണം ഇത്തരം തട്ടിപ്പിന് ആരെങ്കിലും ഇരയായാൽ തന്നെ പണം കൊടുത്ത് ജോലിക്ക് കയറി എന്നത് തുറന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് പറയുക എന്നുള്ളത് അവരുടെ ബന്ധുക്കളുടെ മുന്നിലും സുഹൃത്തുക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അപമാനമായി കാണുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ആരും ക്യാമറയ്ക്ക് മുന്നിൽ വരാതിരുന്നത്. നമ്മൾ ശരിക്കും ഈ അധ്യാപകരെ ആദരിക്കുകയാണ് വേണ്ടത്. വൈശാഖിനെയും സിജി ടീച്ചറെയും അമ്പിളി ടീച്ചറെയും പോലെയുള്ളവരെ അവർ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഒരു VC പ്രവീണിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അരുൺ, ഒരു VC പ്രവീണിൽ നിർത്തേണ്ടതല്ല ഈ എയ്ഡഡ് കൊള്ള എന്ന പരമ്പര എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പ്രവീണിനെക്കാളും വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ 3 സ്കൂളുകളിലായി ഏതാണ്ട് 114 അധ്യാപകരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി അവർക്ക് 1 രൂപ ശമ്പളം കൊടുക്കാതെ 10 വർഷത്തിലധികം ജോലി ചെയ്യിപ്പിച്ച് പെരുവഴിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോഴാണ് VC പ്രവീണിൻ്റെ കാര്യം വാർത്തയായത്. മാത്രമല്ല 221 വിദ്യാർത്ഥികളെ, ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തി. മാത്രമല്ല ഈ പണം തിരിച്ചു ചോദിക്കുന്ന അധ്യാപകർ വീട്ടിലേക്ക് പോയാൽ ഭാര്യയെ പീഡിപ്പിക്കാൻ നോക്കുന്നു എന്ന് പോലും പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ഇങ്ങനെ അമിതമായി ആളുകളിൽ നിന്ന് പണം വാങ്ങി, ഇപ്പോൾ 160-ലധികം ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ വരുമ്പോൾ ഈ 32 കോടി രൂപയെങ്കിലും പ്രവീൺ വാങ്ങിയിട്ടുണ്ടാവും. അത് പ്രവീണിൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ല അരുൺ, ഉറപ്പായിട്ടും അതിൽ പോലീസിലേക്ക് പോയിട്ടുണ്ടാവും, വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരിലേക്ക് പോയിട്ടുണ്ടാവും, സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കളിലേക്കും പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് VC പ്രവീണിന് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 2009 മുതൽ തന്നെ ഈ തട്ടിപ്പ് കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളിലായി പ്രവീൺ നടത്തിയിരുന്നെങ്കിൽ പോലും പരാതി വന്നാൽ അത് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. കാരണം വളരെ തന്ത്രപരമായിട്ടായിരുന്നു പ്രവീണിൻ്റെ നീക്കം. അക്കൗണ്ടിൽ പണം വാങ്ങിയിരുന്നില്ല, കയ്യിലായിരുന്നു പണം വാങ്ങിയത്. അതുകൊണ്ട് പോലീസിനും സൗകര്യമായി. അവിടെ വന്നു കഴിഞ്ഞാൽ VC പ്രവീണിനെ പോലീസ് വിളിക്കും, രണ്ടുപേരും തമ്മിൽ മധ്യസ്ഥലെത്തും, ഇന്നൊരു ഡേറ്റിൽ കൊടുക്കാമെന്ന് പറയും, അവർ കൊടുക്കില്ല. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായതെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇവർ തുറന്നു പറയുന്നതോടുകൂടിയാണ് നമ്മൾ ഇത് പരമ്പരയായി കൊടുക്കാൻ തയ്യാറായത്. തീർച്ചയായിട്ടും ഇതിനൊരു തുടർച്ചയുണ്ടാകും. പോലീസ് ബാക്കിയുള്ള പരാതികളിലെല്ലാം ഇനിയിപ്പോൾ FIR ഇടാൻ നിർബന്ധിതരാകും. ഓരോ കേസിലും അറസ്റ്റുണ്ടാകും. അത് നിയമത്തിൻ്റെ വഴിയിൽ പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. വാർത്ത വന്ന ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ്, അതിൽ വിളിച്ചിട്ടാണ് പ്രതികരണമുണ്ട് എന്ന് പറഞ്ഞു തരും. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തും. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. ഇദ്ദേഹം ജോലി ചെയ്യുന്ന വെള്ളാപ്പള്ളിയെ പോലും നേരിട്ട് വിളിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇനി നടപടി ഉണ്ടാകേണ്ടത്. ഒരുപാട് പരാതികളും റിപ്പോർട്ടുകളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിലുണ്ട്. ഒരു കാര്യം അതിൻ്റെ കൂടെ പറയണം അരുൺ, കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ ഇത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ്. ഇത് നശിച്ചു പോകാൻ പാടില്ല. അവിടെ മിടുക്കരായ കുട്ടികളുണ്ട്, മിടുക്കരായ അധ്യാപകരുണ്ട്. ആ സ്കൂളുകൾ നശിച്ചു പോകാതെ VC പ്രവീണിനെ പോലെയുള്ള കാട്ടുകൊള്ളക്കാരെ ഒറ്റപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ഈ സ്കൂളുകൾ സർക്കാർ ജെയ്സൺ ചമോളപ്പിലാണ് ഇപ്പോൾ അധ്യാപകരുമായിട്ട് സംസാരിച്ചത്. ആ അധ്യാപകരും നാട്ടുകാരും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജെയ്സനോട് പറഞ്ഞതിൽ നിന്ന് ജെയ്സന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതൊരു ചെറിയ തട്ടിപ്പല്ല. ഇത് 114 പേരിൽ നിന്ന് പൈസ വാങ്ങി 160ഓളം പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പൈസ ചോദിക്കുമ്പോഴെല്ലാം ഏത് തരത്തിലാണ് ഈ VC പ്രവീൺ പ്രതികരിച്ചത് എന്നാണ് ഈ അധ്യാപകർ പറയുന്നത്. അരുൺകുമാർ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിനോട് ഈ വിഷയത്തോടുള്ള വളരെ ലളിതമായ രീതിയിൽ ഇടപെടുന്നതാണ്. നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി ജയിലിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പായിട്ട് പോലും അയാൾ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങുമ്പോൾ വളരെ ചിരിച്ചു, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും. ഒരു ജയിലിലേക്ക് യാത്രയാകുന്ന ഒരാൾ വളരെ ചിരിച്ചുകൊണ്ട് നമ്മോട് പറയാണ്, എനിക്ക് പറയാനുണ്ട്, ഞാൻ പ്രതികരിക്കാം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ് അയാൾ കോടതിയിലേക്ക് അയാളെ കൊണ്ടുപോകുമ്പോണ്ടായ ദൃശ്യങ്ങൾ. ഈ ദൃശ്യം ഒരു പരിധിവരെ ഇയാൾക്കുള്ള പിന്തുണ, എത്രമാത്രം പിന്തുണ ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു, എത്രമാത്രം അമിത ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് തന്നെയാണ് നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ ഇത്രയും നാൾ
അയാൾ പിടിച്ചു നിന്നു. അയാൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു. എല്ലാ കേസുകളെയും മറികടക്കാനുള്ള കരുത്ത് അയാൾക്കുണ്ടായി എന്നത് അയാളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ഇന്ന് ജയിലിലേക്കാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജയിലിലേക്കാണെന്ന് ഉറപ്പായിട്ട് പോലും വളരെ ചിരിച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മോട് പ്രതികരിച്ച മുഴുവൻ അധ്യാപികമാരും നാട്ടുകാരും പറയുന്നത് ഇയാളോട് സംസാരിച്ച ഇയാൾക്ക് പൈസ കൊടുത്തു പോകുന്ന ഇന്ന് അവർ പറഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് അത്ര പെട്ടെന്ന്, കാരണം നമുക്ക് അത് നേരിട്ട് അനുഭവമില്ല, പക്ഷേ ഇന്ന് നമുക്കത് ബോധ്യപ്പെട്ടു. വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു മുഖമായി ജയിലിലേക്ക് നടന്നു പോകുന്ന ഒരാൾ എത്രയോ പാവപ്പെട്ട സ്ത്രീകൾ, അധ്യാപകരെ, പഠിച്ച് കാത്തിരുന്ന് ജോലിക്ക് വേണ്ടി കാത്തിരുന്ന അധ്യാപകരിൽ നിന്ന് പൈസ എണ്ണി വാങ്ങുമ്പോൾ ഒരു മനുഷ്യത്വമില്ലാതെ പണം എണ്ണി വാങ്ങിയിട്ടുണ്ടാകുന്നത് നമുക്ക് ഇന്ന് അയാളെ കണ്ടപ്പോൾ മനസ്സിലായി. അത്രയേറെ അപകടകാരിയായ ഒരാളാണെന്നാണ് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. മറ്റൊന്ന്, തൃശ്ശൂർ ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷനുകളായി നിരവധി കേസുകൾ അയാൾക്കെതിരെയുണ്ട്. ഇതിൽ ഒന്നും തന്നെ അയാളുടെ ഭാര്യ ഉൾപ്പെടെ പരാതിയുണ്ട്. ഇപ്പം നമ്മോട് തന്നെ എന്ന് പറഞ്ഞ ഒരു അധ്യാപിക പറഞ്ഞത്, പണം അയാൾ വാങ്ങുന്നു, അത് നേരെ ഭാര്യയ്ക്ക് കൈമാറുന്നു, ഭാര്യ കാറിൽ കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ വളരെ ലളിതമായി കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്താൻ കഴിയുമെന്ന് ഒരു തെളിയിച്ച വ്യക്തിയാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, അയാൾ നേരത്തെ തന്നെ അറസ്റ്റിലാകേണ്ട ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പാവപ്പെട്ട സ്ത്രീകളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളെ ഫേസ്ബുക്ക് മുഖേനയും അതുപോലെ തന്നെ മറ്റു പല അധ്യാപകരിലൂടെയും ഏജന്റുമാർ മുഖേനയൊക്കെ ആളുകളെ ആകർഷിച്ച് നമുക്ക് വിചിത്രമായ ഒരു വളരെ പുഞ്ചിരിച്ച് സുസ്മേരവദനായി നമ്മളെ അത്ഭുതപ്പെടുത്തിയത് പുരസ്കാരം വാങ്ങാൻ വേദിയിലേക്ക് പോകുന്ന ഒരു ധീരനായ പോരാളിയെ പോലെയാണ് VC പ്രവീൺ ജയിലിലേക്ക് പോകുന്നത്, കാട്ടുകൊള്ള നടത്തിയതിനു ശേഷം. ആ ദൃശ്യങ്ങൾ നോക്കൂ. കഴിഞ്ഞ 2009 മുതൽ 2024 വരെ 15 വർഷക്കാലം കേരളത്തിലെ വിവിധ അധ്യാപകരുടെ ഉദ്യോഗാർത്ഥികളുടെ കൈകളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി തട്ടിച്ചയാളാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കയറിപ്പോകുന്നത്. വൈശാഖൻ, ഞാൻ വരാം ജേസൺ. വൈശാഖൻ തട്ടിപ്പിൻ്റെ അധ്യാപകരിൽ ഒരാളാണ്. വൈശാഖനെ എങ്ങനെയാണ് ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്, വൈശാഖനെ പോലുള്ള അധ്യാപകരെ? നമ്മൾ തൊഴിൽ വാർത്തയിൽ കണ്ട പരസ്യപ്രകാരമാണ് അവിടെ എത്തുന്നത്. ഇവിടടുത്ത് ആളടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ആ സ്കൂളിൽ കയറും. കാരണം ആ സ്കൂളിൽ നമുക്ക് പോസ്റ്റ് ഉറപ്പാണ്. ബിൽഡിങ് എന്നോട് പറഞ്ഞത് അഡീഷണൽ പോസ്റ്റ് ആണ് തരാൻ പോകുന്നത്. എന്തായാലും നമ്മളെ സ്കൂളിൽ മാഷ ആവശ്യമുണ്ട്. മാഷ ആവശ്യം ഉണ്ടായതുകൊണ്ട് എനിക്കൊരു ബിൽഡിങ് പണിയണം, അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട്. അപ്പോൾ 15.5 ലക്ഷം, എന്നോട് 17 പറഞ്ഞത്, 15.5 ലക്ഷം തന്നാൽ മതി. മാഷ ഒരു അധ്യാപകനെയാണ് നമുക്ക് സ്കൂളിന് ആവശ്യം. ഈ വാക്കുകൾ നിന്ന് നമ്മൾ താനെ വീണു പോകും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന്. അതാണ് ആളെ ഒരു ആദ്യത്തെ ടോക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ആൾക്ക് പണം കൊടുത്തത്. 15.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ആൾക്ക് കൊണ്ടു കൊടുക്കുന്നത്. അത് കയ്യിൽ നേരിട്ട് വാങ്ങും. അയാളും ഭാര്യയും തമ്മിൽ തന്നെയാണ് ഈ ഇടപാടുകൾ. പേപ്പറുകൾ എന്തെങ്കിലും അയക്കാനോ പിടിക്കാനോ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇടാനോ ഒക്കെ ഭാര്യയാണ് അയാളെ സഹായിക്കുന്നത്. മുഴുവൻ ആൾക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവായതുകൊണ്ട് ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഫാമിലിയായി നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് വീണു പോകും. കാരണം കൂടുതൽ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളൊരു ഫാമിലി പോലെ ആയിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വീണു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വൈശാഖൻ, നിരവധി പേരെയാണ് ഈ പള്ളിക്കൽ സ്കൂളിൽ തന്നെ 32ഓളം കടലാസുകളോ തിരിച്ചു തരാറുണ്ടോ? പണം കൊടുക്കുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നവരെ ഒരു ബ്ലാങ്ക് ചെക്കിൽ എഴുതി, ഡേറ്റ് ഇടാത്ത ചെക്കിൽ, ബ്ലാങ്ക് അല്ല ഡേറ്റ് ഇടാത്ത ചെക്കിൽ പണം എഴുതി 15.5 ലക്ഷം എഴുതി. അത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആൾ തിരിച്ചു വാങ്ങി. പക്ഷെ അതിൻ്റെ കോപ്പി മാത്രമാണ് എൻ്റെ കൈവശം ഉള്ളത്. കൂടുതൽ രേഖകളൊന്നും സൂക്ഷിക്കാൻ ആൾ തയ്യാറാവില്ല. പിന്നെ ഞാൻ പൈസ ചോദിക്കുന്ന സമയത്ത് ഇയാൾ എന്താണ് പറയുന്നത്? അതെ, പണം തിരിച്ചു ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് ആദ്യം തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടും. എന്നിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്കെതിരെ കേസ് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആ വീട്ടിലോട്ടോ സ്കൂളിലോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറ്റുകയാണ്. സ്കൂളുകളുമായിട്ട് ഇതേപോലെ നിരവധി ആദ്യം മറുപടി പറയാം, പിന്നെ ഫോൺ എടുക്കാതെയായി തുടങ്ങി. പിന്നെ ഫോൺ എടുക്കില്ല. അതേപോലെ ഭാര്യയായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം ആ സ്കൂളിലെ ടീച്ചറായതുകൊണ്ട്. അപ്പോൾ അവരും വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കാതെയായി. നമ്മൾ നേരിട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റും. ആ സ്കൂളുകളിൽ സിജി, പിന്നെ ആനി, ബ്ലസ്സി, ഈ ശ്രുതി,
സരസ്വതി, ഇവർക്കൊക്കെ ഈ ഒരേ അനുഭവമാണ്. പ്രജില, ആര്യ, ഇവർക്കൊക്കെ ഇതേ അനുഭവമാണ്. എല്ലാവർക്കും പേരിലും കേസ് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിന്റെ ഒരു വശം എന്താ വെച്ചാൽ കേസ് കൊടുക്കുമ്പോൾ ഹസ്ബൻഡൊക്കെ വാർത്ത വന്നതിന് ശേഷം കോംപ്രമൈസിന് ഇതുവരെ ഒരു വിളിയും വന്നിട്ടില്ല. ഇപ്പം ഈ കേസ് കോടതിയിലേക്ക് വന്നപ്പം വാർത്ത ഈ ചാനലാണ് നമ്മൾ ഇത്രയും മുന്നിലേക്ക് എത്തിച്ചത്. റിപ്പോർട്ടറിന് പ്രത്യേക നന്ദി പറയേണ്ട ആ കാര്യത്തിൽ. കാരണം പ്രസാദ് സാറും ബാക്കിയുള്ള ടീമിനും പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പല പരാതികൾ ആൾക്കെതിരെ വലിയ കോടതി സ്റ്റേഷനുകളിലൊക്കെ കൊടുത്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അന്ന് ഇപ്പൊ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ഉറപ്പായിട്ടും ഉണ്ട്. ഉന്നതമായ സ്വാധീനമുണ്ട്. സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ് ആള് കുറേ വക്കീലന്മാരും കുറേ രാഷ്ട്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ആൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. കാരണം ഗവൺമെൻറ് പലതവണ ഓർഡർ ഉണ്ടായതാണ് ഈ സ്കൂളിൽ ആളുകളെ നിയമിക്കരുത്. 2016 ആളുകളെ നിയമിക്കരുതെന്നും പറഞ്ഞ് പ്രത്യേക ഹിയറിങ്ങിൽ പ്രത്യേകം പറഞ്ഞതാണ് ഗവൺമെൻറ്. ഇവിടെ ഇനി ആളുകളെ നിയമിക്കരുത്, ഗവൺമെന്റിന് അനുമതി ഇല്ലാതെ ഇവിടെ ആളുകൾ, എന്നാലും അത് ഒക്കെ തരണം ചെയ്ത് ആളുകളെ നിയമിക്കും. 2022 എനിക്കെതിരെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ VC പ്രവീണിനോടൊപ്പം നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ അന്വേഷണത്തിൽ അത് ബോധ്യമായി. അവരൊക്കെ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്നു. അന്വേഷണം VC പ്രവീണിൽ മാത്രം ഒതുങ്ങാനാണോ സാധ്യത? TV പ്രസാദ്. അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ തീർച്ചയായും VC പ്രവീണിനെ സഹായിച്ച AE ഓഫീസ് മുതൽ മുകളിൽ DPI ഓഫീസ് വരെ ഉള്ളവരെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കേരളത്തിൻ്റെ KER പ്രകാരം ഒരു കാരണവശാലും മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾ വാങ്ങിക്കാൻ കഴിയില്ല. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രവീണിന് ചട്ടത്തിൽ ഇളവ് ചെയ്തുകൊണ്ട് 3 സ്കൂളുകൾ വാങ്ങിക്കാനുള്ള അനുമതിയാണ് നമ്മുടെ ഈ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അവരൊക്കെ പിടിക്കപ്പെടേണ്ടതുണ്ട്. വളരെ കുറച്ച് പേർ മാത്രമാണ് റിട്ടയറായി പോയത്. ഇതിപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, സാധാരണ ഈ ഇത്തരം അധ്യാപകർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അവർ ആദ്യം അന്വേഷിക്കുക സ്കൂളിലാണ്. സ്വാഭാവികമായി അവിടെ ഇവരെ സഹായിക്കാൻ വേണ്ടി ടീച്ചർമാരുണ്ട്. അങ്ങനെയാണ് അവിടെ മുൻ പ്രധാനാധ്യാപികയെ സരോജിനി ടീച്ചർ കേസിൽ പ്രതിയാകുന്നത്. നിലവിലുള്ള സംസ്കൃത അധ്യാപികയും ഈ VC പ്രവീണിൻ്റെ വലങ്കയുമായ ഷീബ ടീച്ചർ പ്രതിയാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ സ്കൂളിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവർ പറയും വളരെ നല്ല സ്കൂളാണ്, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നം അരുൺ, AE ഓഫീസിലാണല്ലോ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ അറിയുന്നവർ അന്വേഷിക്കുക. AE ഓഫീസിലും ഇയാൾക്ക് വേണ്ടി പറയാൻ ആളുകളുണ്ട് എന്നുള്ളിടത്താണ് ഗൗരവം. ഈ പറയുന്ന AE ഓഫീസുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്നത് ഇത്തരത്തിലൊരു VC പ്രവീണാണെങ്കിൽ VC പ്രവീണിന്റെ ചേട്ടനോ VC പ്രവീണിന്റെ അനിയനോ VC പ്രവീണിന്റെ അച്ഛന്മാരോ പോലെയുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന എയ്ഡഡ് കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത്രയും വലിയ കാട്ടുകൊള്ളയാണ് കേരളത്തിലെ എയ്ഡഡ് കൊള്ളയുമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടറിന്റെ അന്വേഷണ പരമ്പര തുടരും. നന്ദി TV പ്രസാദ്, ഒപ്പം ജെയ്സൺ വൈശാഖൻ ഈ ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.